പണ്ട് മിക്ക ബ്രാൻഡുകളും ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ഇറക്കിക്കൊണ്ടിരുന്നത് പൈസ ഉള്ളവർ മാത്രം ഗെയിം കളിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു. അന്നത്തെ കാലത്ത് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ അഫോർഡബിൾ പ്രൈസിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു കമ്പനിയാണ് ലെനോവോ. ആൻഡ് ആ മോഡലായിരുന്നു ഐഡിയ പാഡ് 3 എന്നുള്ളത്. അതൊരു റെവല്യൂഷണറി പ്രൊഡക്റ്റ് ആയിരുന്നു. ആൻഡ് ആ ഐഡിയ പാഡ് ഗെയിമിംഗ് 3യുടെ ഇന്നത്തെ ജനറേഷനാണ് LOQ ലാപ്ടോപ്പുകൾ. അതേ പാത പിന്തുടർന്നിട്ട് തന്നെയാണ് LOQ ലാപ്ടോപ്പുകളും നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് LOQ ലാപ്ടോപ്പുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ആൻ LOQ ലാപ്ടോപ്പ്. ഇത് വരുന്നത് ഒരു i7ന്റെ 13th ജനറേഷൻ 700HX പ്രൊസറാണ്. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് 5050 RTX ആണ്. ബൈ ഡിഫോൾട്ട് 16GB റാമും 1TB SSD കൂടിയാണ് ഈ പർട്ടിക്കുലർ മോഡൽ വരുന്നത്. അതിന്റെ 512GB വേരിയന്റും അവൈലബിൾ ആണ്. ലെനോവോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ അല്ലാഞ്ഞിട്ട് കൂടിയും ഓൾമോസ്റ്റ് AAA 4K ഗെയിംസ് കളിക്കാനായിട്ട് നമുക്കിത് സാധിക്കും. ആൻഡ് വീഡിയോ എഡിറ്റിംഗ് 4K ലെവലിൽ നിന്നുകൊണ്ട് 10 ബിറ്റ് വീഡിയോ വരെ സുഖമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അതൊരു പ്രൊഫഷണൽ ലാപ്ടോപ്പ് ആണെന്ന് ഞാൻ പറയില്ല. എൻട്രി ലെവൽ ഗെയിമിംഗ് തന്നെയാണ് LOQ. പക്ഷേ എൻട്രി ലെവൽ ഗെയിമേഴ്സിനെ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഒരു പടി മുകളിലാണ് LOQ ലാപ്ടോപ്പുകൾ വരിക. ആൻഡ് ഓൾമോസ്റ്റ് ഒരു എൻട്രി ലെവൽ ഗെയിമേഴ്സിന് എല്ലാവർക്കും ഈ ലാപ്പ് സ്യൂട്ട് ആയിരിക്കും. ആൻഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു RTXന്റെ 5050 ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് AAA ഗെയിംസ് എല്ലാം നമുക്ക് ഫ്യൂച്ചറോടാണ്, അതായത് വരുന്ന ഗെയിമുകളെല്ലാം നമുക്ക് ഇപ്പോഴേ തന്നെ പ്രതീക്ഷിക്കാം, കളിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം ആ ഒരു സ്പെക്കിലാണ് ഇതിന്റെ ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. അങ്ങനെ ഒരു 1.5 ലാഖിന്റെ അടിയിൽ നമുക്ക് ഇപ്പോഴും ഈ ലാപ്പ് അവൈലബിൾ ആണ്. 1.3 1.4 ലാഖിലൊക്കെ സ്റ്റോറേജ് വേരിയേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ ലാപ്പ് ഇപ്പോഴും അവൈലബിൾ ആണ്.